മുൻപില്ലാത്ത വിധം അമിത മുസ്ലിം പ്രീണനത്തെ ചൊല്ലിയും ജില്ലാ സമ്മേളനങ്ങളിൽ CPM നേതൃത്വത്തിന് നേരെ വിമർശനമുയരുന്നു. വയനാടിന് സമാനമായി മറ്റ് ജില്ലകളിലും വിമർശനമുയരുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ മുസ്ലിം പ്രീണനം തുടരേണ്ടതിന്റെ ആവശ്യകതയാകും സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെക്കുക. വിശദാംശങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഏതായാലും നേരത്തെ ഈ CPMന്റെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവിടെ ഈ മുസ്ലിം പ്രീണന നയങ്ങൾ എങ്ങനെ നടപ്പാക്കാം എന്നതായിരുന്നു പ്രധാനമായും ചർച്ചയാക്കുക. അതിൽ തന്നെ നേരത്തെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അതുപോലെ തന്നെ SDPയുടെയും ഒക്കെ സഹായങ്ങൾ എങ്ങനെ രഹസ്യമായി നേടാം എന്നത് സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ വളരെ ശക്തമായി ഉയർന്നിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിലൊക്കെ CPM ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും അല്ലെങ്കിൽ ഏരിയ സമ്മേളനങ്ങളിലുമൊക്കെ ഇതിനെതിരെ ശക്തമായി വിമർശനങ്ങൾ ഉയർന്നിരുന്നെങ്കിലും സംസ്ഥാന നേതൃത്വം അത് അംഗീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ഏതായാലും നമുക്കറിയാം, കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളിൽ, വയനാട് ജില്ലാ സമ്മേളനങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയരുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? രാജീവ്, ഇക്കഴിഞ്ഞ വയനാട് സമ്മേളനത്തിലാണ് ഈ വിഷയത്തിൽ ഏറ്റവും രൂക്ഷമായ വിമർശനം സമ്മേളന പ്രതിനിധികൾ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് നേതൃത്വത്തിന്റെ നിലപാടുകൾ ഒരു മതസമുദായത്തിന് വേണ്ടി മാത്രം, ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ഈ രീതിയിലുള്ള ഒരു അനുകൂലമായ നിലപാടുകൾ, അവരെ പ്രീണിപ്പിക്കാനുള്ള നയം സ്വീകരിക്കുന്നതിൽ മാത്രം വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. ഇത് കാരണം മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളും ഹിന്ദു സമൂഹത്തിലെ, ഭൂരിപക്ഷ സമൂഹത്തിലെ വിവിധ സമുദായങ്ങളും പാർട്ടിയിൽ നിന്ന് അകന്നും അവരുടെ വോട്ടുകൾ പാർട്ടിക്ക് നഷ്ടമായി എന്നുള്ളതും CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെ എതിർപക്ഷം വലിയ രീതിയിൽ തന്നെ ഈ സമ്മേളനത്തിൽ ഉന്നയിച്ചു എന്നുള്ളതാണ്. അതിന്റെ കാര്യകാരണ സഹിതം അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ, മേഖലകൾ തിരിച്ചടക്കം പ്രതിനിധികൾ യോഗത്തിൽ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. അത് സംസ്ഥാന നേതൃത്വത്തിന് വന്ന വലിയ വീഴ്ചയാണ്, പോരായ്മയാണ് എന്നതടക്കമുള്ളതായിരുന്നു നേതാക്കളുടെയൊക്കെ നിലപാട്. കാരണം ഇത്തരമൊരു പ്രീണന നയത്തിലേക്ക് പോകുമ്പോൾ പരമ്പരാഗതമായി തങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നവരെ അവഗണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ നേതൃത്വം ആ രീതിയിലുള്ള നിലപാടുകളിലേക്ക് പോയി എന്നുള്ളതായിരുന്നു അവർ ഉയർത്തിയ വിമർശനം. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, അടുത്ത കാലത്തായി ഇപ്പോൾ ഈ പലസ്തീൻ, അതോടൊപ്പം പൗരത്വ നിയമ ഭേദഗതി തുടങ്ങിയ വിഷയങ്ങളിൽ കുപ്രചാരണങ്ങൾ അഴിച്ചുവിട്ട് തീവ്ര മുസ്ലിം വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളെയൊക്കെ ആകർഷിക്കാനുള്ള ശ്രമം CPM നടത്തിയിരുന്നു. അതിലുണ്ടായ തിരിച്ചടികൾ, അതോടൊപ്പം തന്നെ സമസ്തയും ലീഗുമായി ചേർന്ന് നിന്ന് ഒരു തെരഞ്ഞെടുപ്പൊക്കെ അടുത്തപ്പോഴേക്ക് അവരൊക്കെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങളൊക്കെ CPMന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമെല്ലാം പാളിയത് CPMന് വലിയ നാണക്കേടായി മാറിയിരുന്നു. ഇതെല്ലാം ഈ യോഗത്തിൽ അണികൾ ഉന്നയിച്ചു, അല്ലെങ്കിൽ സമ്മേളന പ്രതിനിധികൾ ഉന്നയിച്ചു എന്നുള്ളതാണ്. നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉണ്ടായത്. പക്ഷേ സംസ്ഥാന നേതൃത്വം ഈ വിമർശനങ്ങളെ കുറിച്ചല്ല, മുൻപ് രാജീവ് സൂചിപ്പിച്ചതുപോലെ എങ്ങനെ ഈ പ്രീണന നയങ്ങളുമായി മുന്നോട്ട് പോകാം, ഈ മുസ്ലിം വോട്ട് ബാങ്കിൽ, പ്രത്യേകിച്ച് UDFനൊപ്പം നിൽക്കുന്ന മുസ്ലിം വോട്ട് ബാങ്കിൽ എങ്ങനെ ഭിന്നിപ്പുണ്ടാക്കി തങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാം എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്ന് പറയേണ്ടി വരും. അവർ കൃത്യമായി വരുന്ന സമ്മേളനങ്ങളും ഈ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യവും CPMന്റെ സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ഇപ്പോൾ ശ്രീ PC ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PC ജോർജ്, CPMന്റെ മുസ്ലിം പ്രീണനത്തെ ചൊല്ലിയാണ് ഇപ്പോൾ CPM ജില്ലാ സമ്മേളനങ്ങളിൽ വിമർശനങ്ങൾ ഉയരുന്നത്. അമിതമായ പ്രീണനം ശരിയല്ല എന്ന് CPMന്റെ ജില്ലാ സമ്മേളനങ്ങളിൽ പ്രതിനിധികൾ വിമർശിക്കുന്നു. ആ ഒരു വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് CPM സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ് മുൻകാല ചരിത്രം പരിശോധിച്ചാൽ? ഒരു ചരിത്രം പരിശോധിക്കേണ്ട, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിം പ്രീണനമായിട്ട് CPM പോകും. കാരണം പിണറായി വിജയന്റെ ജീവിതം തന്നെ അതല്ലേ. പിണറായി വിജയനും പറഞ്ഞതിനപ്പുറത്ത് എന്തെങ്കിലും നടക്കുമോ? ഇപ്പൊ പിണറായി വിജയനെ എതിർക്കുന്ന ആളുകളെ മുഴുവൻ ജില്ലാ പ്രസിഡന്റുമാരും തട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിണറായി പറയുന്ന അവസാന പാടുന്നില്ല, ഒരു സ്ഥലത്തും വരത്തില്ല. അത് തെളിഞ്ഞു കഴിഞ്ഞല്ലോ. വയനാട്, പാലക്കാട് ഉൾപ്പെടെ എല്ലാം തെളിഞ്ഞു കഴിഞ്ഞിരിക്കല്ലേ. ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താ, ഒരു സത്യം എന്താന്ന് ചോദിച്ചാൽ, മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇവിടുത്തെ LDF UDF മുസ്ലിങ്ങളോടൊപ്പം മാത്രമായില്ല, മറ്റു മതസ്ഥരെ ആരും വേണ്ട. ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും, ഇവിടുത്തെ വിശ്വകർമ്മജരെ, പാവങ്ങൾ വിശ്വകർമ്മജരെങ്കിലും നോക്കണ്ടേ? ആരെയും വേണ്ട. ഇവിടുത്തെ SC ST വിഭാഗം അവരെയും വേണ്ട, മുസ്ലിങ്ങളെ മാത്രം മതി. അതെന്നാ കാരണം? CPMന്റെ അഹങ്കാരം എന്താന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഏറ്റവും പ്രബല സമുദായമായി ഈഴവ സമുദായം, ഒരു 31% ഈഴവരുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം അവരാണ്. ആ ഈഴവരിൽ ഒരു 60% തങ്ങളോടൊപ്പമാണെന്ന് CPM ഉറച്ചു വിശ്വസിക്കുക. അതൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. പക്ഷെ CPMന്റെ കണക്കതാണ്. ആ ഈഴവ സമുദായവും ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ബ്ലോക്കായി കിട്ടിയാൽ അവർക്ക് വീണ്ടും അധികാരത്തിൽ വരാമെന്നുള്ളവർ കണക്കാക്കുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല ഞങ്ങളങ്ങ് കണക്കാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മുടെ വയനാട് തെരഞ്ഞെടുപ്പ് തെളിവാണ്. അതുപോലെ തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പ്, പാലക്കാടിൽ 44,000 മുസ്ലിം
അതിൽ ഒരു വോട്ട് പോലും വേറെ ആർക്കും ചെയ്യില്ല. കോൺഗ്രസിന് ചെയ്യാൻ അവതരിച്ച് കോൺഗ്രസിന് മുഴുവൻ ചെയ്തു. അവർ പരീക്ഷണമാണ് അത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പരീക്ഷണത്തെ നേരിട്ട ആളാണ്. 27 മുസ്ലിം 27,000. ഒരാൾ പോലും എനിക്ക് വോട്ട് ചെയ്തില്ല. അവരെല്ലാം കൂടെ എടുത്ത് വോട്ട് ചെയ്തു, ആളെ ജയിപ്പിച്ചു. അന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നെ ഫോണിൽ വിളിച്ചു. ഞാനിവിടെ നല്ല സ്നേഹമാണ്. PC ഞങ്ങളുടെ പരീക്ഷണം വിജയിച്ചു, അടുത്ത് ഞങ്ങൾ തൊടുപുഴ പരീക്ഷിക്കാൻ പോകാന്ന് പറഞ്ഞു. പക്ഷെ തൊടുപുഴ പരീക്ഷിക്കുന്നതിന് മുമ്പ് പാലക്കാട് അവസരം കിട്ടി. അവർ പാലക്കാട് പരീക്ഷിച്ചത് പോയി. അവർ വിജയിച്ചു. അവരെ കോൺഗ്രസ് ജയിച്ചു. അത് ഭയങ്കര ഭൂരിപക്ഷത്തിന്. അല്ലാതെ വല്ല ബന്ധമുണ്ടോ അവിടെ? ഈ ആകുൽ മാങ്കൂട്ടവും പാലക്കാടുമായിട്ട് എന്ത് ബന്ധം? ആ നാട്ടുകാരും പോലുമല്ല. പക്ഷെ അയാളെ ജയിപ്പിച്ചു. അതാണ് മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ പ്രത്യേകത. അപ്പോ ഇവിടുത്തെ CPM സംബന്ധിച്ചിടത്തോളം ഈഴവന്റെ വോട്ടും ഈഴവന്റെ ഭൂരിപക്ഷത്തിന്റെ വോട്ടും അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം വോട്ടും കിട്ടി അധികാരത്തിൽ വരാമെന്നുള്ള കണക്കൂട്ടലാണ്. പക്ഷെ ആ കണക്കൂട്ടൽ തെറ്റാൻ പോകുക എന്താന്ന് ചോദിച്ചാൽ CPM-ന്റെ ആത്മാർത്ഥതയുള്ള CPM-ന്റെ പ്രവർത്തകർ മുഴുവൻ CPM വിട്ടുകൊണ്ടിരിക്കുക. ഈ പിണറായി സെക്രട്ടറി പോയിട്ട് കാര്യമില്ല. ഇത് ഇടതുപക്ഷമല്ല, ഇത് കമ്മ്യൂണിസമല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് CPM-ന് എത്രയോ സമുന്നതരായ ആളുകൾ ഉൾപ്പെടെ മാറി നിൽക്കുക. അവിടെ ഒരു കമ്മ്യൂണിസം ഉള്ളവൻ, ഞാൻ ഉദാഹരണമല്ലേ ഞാൻ പറഞ്ഞു, നമ്മുടെ സുധാകരനും പീഡബ്ല്യു മന്ത്രി, അങ്ങനെ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരന് അങ്ങനെ ഇപ്പൊ എവിടെ പോയി? പാർട്ടി പോലും ഇല്ല. സ്വന്തം ബ്രാഞ്ചിലുള്ള സമ്മേളനത്തെ അങ്ങനെ വിളിക്കുന്നില്ല. ഐസക്കിനെ എവിടെ പോയി? ഐസക്ക് എന്നെ വേദികളിലാണല്ലോ. അതായത് എല്ലാം പോയി കിടക്കല്ലേ അല്ലാതെ. അതായത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ ടീച്ചർ എന്ത് ചെയ്യും? ടീച്ചറെ പാർലമെന്റിലേക്ക് തോപ്പിച്ചില്ലേ? രാധാകൃഷ്ണന് ഇവിടെ നിന്നാൽ ഒരു നല്ല നേതാവാണ്, കള്ളനല്ല, കൊള്ളക്കാരില്ലാത്ത നേതാവാണെന്ന് കണ്ടപ്പോ അയാളെ ഇവിടുന്ന് മന്ത്രിസ്ഥാനത്ത് രാജിവെപ്പിച്ചിട്ട് അയാളെ പാർലമെന്റിലേക്ക് വെച്ചു. ഇനി ഇങ്ങോട്ട് ശല്യം ഡൽഹി കിടന്നോളൂല്ലോ. ഈ രീതിയിലുള്ള കളിയാണ് CPM നടക്കുന്നത്. ഇത് സത്യസന്ധമായി മനസ്സിലാക്കിയിട്ടുള്ള CPM-ന്റെ പ്രവർത്തകർ പടലയോടെ BJP-യിലേക്ക് വരുന്നു എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം. ഞാൻ ശ്രീ PC ജോർജ്, ഈ മെക്സവന്റെ കാര്യത്തിൽ ഉൾപ്പെടെ CPM സ്വീകരിച്ച ഇരട്ടത്താപ്പ്, ഒരു സമയത്ത് CPM തന്നെയാണ് പറഞ്ഞത് മെക്സവന്റെ കാര്യത്തിൽ അത്തരത്തിലൊരു ധ്രുവീകരണം നടക്കുന്നുണ്ടുവെന്ന്. പക്ഷേ അത് പിന്നീട് വിഴുങ്ങേണ്ടി വന്ന സാഹചര്യം, അതും ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതല്ലേ? സത്യം നിശ്ചയിക്കാൻ പറ്റുമോ? വളരെ സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്ന നേതാക്കന്മാരും CPM ഇനിയും അവശേഷിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. പക്ഷെ അവർക്കൊന്നും നിലനിൽപ്പുണ്ടാവില്ല. അതാണ് പ്രശ്നം. ഇവിടുത്തെ ഏത് കണക്കെടുത്ത് പരിശോധിച്ചോളൂ. ഇപ്പോ ഏത് മേഖലയിലാണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി, ഞാൻ ചോദിച്ച പാലക്കാട് തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പ് കോഴിക്കോട് സമ്മേളനം കൂടെ ആരൊക്കെയാ? കുഞ്ഞാലിമേട് മുസ്ലിം ലീഗാണെന്ന് നമുക്കറിയാം. KTL CPM-ആണ്, CPM-ന്റെ മന്ത്രിസഭയിൽ പിരിഞ്ഞ ആളാണ്. ഈ CPM ആണെന്ന് നമുക്കറിയാം. PDP, SDPI, ജമാഅത്തെ ഇസ്ലാമി, നിരോധിത സംഘടന, മുസ്ലിം സംഘടന മുഴുവൻ എന്തിനാണ് ഇത്? അവരെല്ലാം ഒരുമിച്ച് കൂടിയിട്ടാണ് പാലക്കാട് കോൺഗ്രസ് ജയിപ്പിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ അവർക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം ജയിപ്പിച്ച് കളി നടത്തുക അവർ. ഇത് മനസ്സിലാക്കാൻ ഇവിടുത്തെ ഹൈന്ദവനോ ക്രൈസ്തവനോ അല്ലെങ്കിൽ വിശ്വവർഗത്തിൽപ്പെട്ടവരോ ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ തയ്യാറാകുന്നില്ല, അല്ലെ അവരതിന് അവസരം കൊടുക്കുന്നില്ല എന്നതാണ് നമ്മുടെയൊക്കെ തെറ്റ്. ഈ സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഇവിടെ ഒരു വലിയ ധ്രുവീകരണം നടക്കും. ആ ധ്രുവീകരണം BJP-ക്ക് അനുകൂലമാകുന്നതാണ് എന്റെ കണക്കുകൂട്ടൽ. ഞാനത് പറഞ്ഞാൽ BJP-ക്കാരനാണ്, വിളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ആ അഭിപ്രായം എനിക്ക് പറയാൻ കഴിയും എന്നല്ല, അതാണ് സത്യവും. വളരെയധികം നന്ദി ശ്രീ PC ജോർജ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും പ്രീത്തിലേക്ക്. പ്രീത്ത്, ശ്രീ PC ജോർജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ളൊരു വർഗീയ ധ്രുവീകരണം നടത്തിയല്ലാതെ CPM-ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രതിനിധികൾ എന്തു പറഞ്ഞാലും ഇനിയും ഇത്തരത്തിലുള്ള പ്രീണനം തുടർന്നുകൊണ്ടേയിരിക്കും. അതുതന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്ന നയം. അതുതന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെ പ്രതിനിധികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വിമർശിച്ചുകൊണ്ടിരിക്കും. പക്ഷേ CPM-ന്റെ ഭാഗത്ത് നിന്ന് മുസ്ലിം പ്രീണനമല്ലാതെ മറ്റൊരു രക്ഷ CPM-നില്ല. രാജീവ്, അങ്ങനെ തന്നെയാണ്. കാരണം ഈ നയവുമായി ബന്ധപ്പെട്ട് മുൻപ് സ്വീകരിച്ച നിലപാടുകൾ എന്താണോ, പ്രത്യേകിച്ച് മുസ്ലിം പീഡനവുമായി ബന്ധപ്പെട്ട് മുൻപ് സ്വീകരിച്ച നിലപാടുകൾ എന്താണോ, അതിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു നിലപാട് എന്നുള്ളത്. അവർ ഇക്കാര്യത്തിൽ ഈ ചർച്ചകളിൽ കൂടുതൽ പ്രതിരോധമൊരുക്കുന്നത് എന്തുകൊണ്ട് മുസ്ലിം പ്രീണന നയം നമുക്ക് ആവശ്യമാണ് എന്നുള്ള കാര്യം അണികളെയും പ്രതിനിധികളെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതിരോധമൊരുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ CPM സംസ്ഥാന നേതൃത്വം ഉദ്ദേശിക്കുന്ന കാര്യം. ഇതനുസരിച്ചുള്ള പ്രതിരോധ മുറകൾ, പ്രത്യേകിച്ച് നേരത്തെ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം സമൂഹത്തിനൊപ്പം തങ്ങൾക്ക്
ലഭിച്ച പിന്തുണയും വോട്ടും അവർ കൃത്യമായി ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ വലിയ പിന്തുണ ഈ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഈ CPM-ന് ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിൽ CPM-ന് അപ്രാപ്യമെന്ന് കരുതിയിരുന്ന, CPM-ന്റെ സംഘടനാ സംവിധാനം ഏറ്റവും ദുർബലമെന്ന് കരുതിയിരുന്ന സ്ഥലങ്ങളിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ചില സ്ഥലങ്ങളിൽ വിജയിച്ച് കയറുന്നതും അധികാരം പിടിക്കുന്നതും ഒക്കെ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ചില പഞ്ചായത്തുകളിലുമൊക്കെ മുനിസിപ്പാലിറ്റികളിലുമൊക്കെയുള്ള ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിൽ തീവ്ര മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ശ്രീ RV ബാബു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ RV ബാബു, ഏതായാലും CPM-ന്റെ വയനാട് ജില്ലാ സമ്മേളനത്തിൽ താങ്കൾ ശ്രദ്ധിച്ചു കാണും പ്രതിനിധികൾ ഈ CPM-ന്റെ അമിത മുസ്ലിം പ്രീണനം തിരിച്ചടിയാകുന്നു എന്ന വിലയിരുത്തൽ വിമർശനത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നേരത്തെ ശ്രീ PC ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ അത് അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ മുസ്ലിം പ്രീണനം ഒഴിവാക്കിക്കൊണ്ട് CPM-ന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും? താങ്കൾക്കുൾപ്പെടെ അതറിയാവുന്നതാണ്. കാര്യം വഖഫ് വിഷയത്തിലായാലും അവസാനം വന്ന മെക്സവന്റെ വിഷയത്തിലായാലും CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു നിലപാടുകൾ ആ മുസ്ലിം പ്രീണനം തുടരാൻ തന്നെയല്ലേ സാധ്യത? ഒരു യഥാർത്ഥത്തിൽ ഒരു ഡൈലമയിലാണ്, ഒരു ധർമ്മസങ്കടത്തിലാണ്. കാരണം ഒരു ഭാഗത്ത് CPM-നെ തുടർഭരണം ഉറപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ CPM-ന്റെ കൂടെയുള്ളൊരു സംഘടിത വോട്ട് ബാങ്കിനെ ഉറപ്പിച്ചു നിർത്താനായിട്ട് ഇസ്ലാമിക മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക, ഇസ്ലാമിക വർഗീയ ചേരിയെ പ്രീണിപ്പിച്ചു നിർത്തുക എന്നുള്ളത് CPM ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ CPM ഇതുവരെ പാർട്ടിയുടെ നയമായി സ്വീകരിച്ചിരുന്ന പലതിനോടും കോംപ്രമൈസ് ചെയ്തിട്ട് മുസ്ലിം വർഗീയ ചേരിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ നിലപാടുകൾ വരെ മാറ്റിമറിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് ശരീഅത്തിന്റെ കാര്യത്തിലായാലും ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കാര്യത്തിലായാലും സ്ത്രീ സമത്വത്തിന്റെ വിഷയത്തിൽ, ഇങ്ങനെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ CPM ഈ ഇടപര്യന്തം എടുത്തു വന്നിരുന്ന നിലപാടുകളോട് കോംപ്രമൈസ് ചെയ്ത് ഈ ഇസ്ലാമിക തീവ്രവാദ ചേരിയെ, വർഗീയ ചേരിയെ പ്രീണിപ്പിക്കുന്ന ഒരു സമീപനമാണ് എടുത്തിരുന്നത്. പക്ഷേ ആ സമീപനങ്ങൾ തുടർന്നു പോയതിന് CPM-ന് വലിയ വില കൊടുക്കേണ്ടി വന്നു. കഴിഞ്ഞ ലോക്സഭാ മണ്ഡല തെരഞ്ഞെടുപ്പിൽ, ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, മറ്റേ ഉപതെരഞ്ഞെടുപ്പിൽ പോലും CPM-ന് ആ നിലയ്ക്കുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്, പാർട്ടി തലങ്ങളിൽ ഉണ്ടായി. മാത്രമല്ല പരമ്പരാഗത പാർട്ടി പ്രവർത്തകന്മാരെന്ന് പറയുന്നവർ പലരും ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ കടന്നു വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ വരെ അത്തരം ആളുകൾ ഹൈജാക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള അതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും പലരും പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി പലരും BJP-യിലേക്കൊക്കെ ചേർന്നതിന്റെ പശ്ചാത്തലമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് CPM-നകത്തുള്ള ഈ പറയുന്ന അമിതമായ ഇസ്ലാമിക തീവ്രവാദ സ്വാധീനത്തിന്റെ റിസൾട്ടായിട്ടാണ്. അപ്പോ മറുഭാഗത്ത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളോടുള്ള സമീപനം കൂടുമ്പോൾ CPM-ന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്, വോട്ട് ബേസ് എന്ന് പറയുന്നത് ഹിന്ദു വോട്ടാണ്. ആ ഹിന്ദു വോട്ട് വളരെ വലിയ തോതിൽ CPM-ന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ CPM നേരിടുന്ന വലിയൊരു പ്രശ്നം. അതുകൊണ്ട് പാർട്ടിക്കകത്ത് ഒരു വലിയ വിഭാഗം ഈ പറയുന്ന സംഘടിത വോട്ട് ബാങ്ക് വർഗീയ ചേരിയെ പ്രീണിപ്പിച്ച് നിർത്തണം എന്ന പക്ഷക്കാര്, അല്ലെങ്കിൽ പാർട്ടിയിൽ ഇതിനകം തന്നെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഈ വർഗീയ സമീപനത്തോട് അല്ലെങ്കിൽ ഇസ്ലാമിക പക്ഷം അവരുടെ താല്പര്യങ്ങൾക്ക് ഈ പരമ്പരാഗത പാർട്ടി എന്ന് നിൽക്കുന്ന ആ ഒരു പാർട്ടിക്ക് കീഴടങ്ങേണ്ടി വരുന്നുണ്ട്. ഇപ്പോ വയനാട് സംഭവത്തിൽ എന്താ, വയനാട് പത്രവാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഗഗാറിൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി തുടരുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പകരം അവിടെ ജില്ലാ സെക്രട്ടറി ആയത് ആരാണ്? അതിന് പല ന്യായങ്ങളും അവർ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഈ ഇസ്ലാമിക തീവ്രവാദ പക്ഷത്തിന്റെ ഉള്ള സ്വാധീനം എന്നുള്ള നിലയ്ക്കാണ് എന്ന് വേണം പറയാനായിട്ട്. ഇപ്പോൾ മെക്സവന്റെ കാര്യത്തിൽ പോലും മുഹമ്മദ് റിയാസിന്റെ തീരുമാനം അല്ലെങ്കിൽ നിലപാട്, നടപടികൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ബേസ് ചെയ്തിട്ടാണല്ലോ പാർട്ടിയുടെ നിലപാട് തന്നെ മാറിപ്പോയത്. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു സ്വാധീനം പാർട്ടിയെ നിയന്ത്രിക്കുന്നുണ്ട്. അത് പാർട്ടിയെ വലിയ ധർമ്മസങ്കടത്തിലാണ് എത്തിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ എക്കാലത്തെയും വോട്ട് ബാങ്കായ ഹിന്ദു സമൂഹത്തിൽ വലിയ വിള്ളൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതിനെ എങ്ങനെ നേരിടും എന്നുള്ള ഒരു വലിയ പ്രതിസന്ധിയിലാണ് പാർട്ടി ഇപ്പം നിലയിലെത്തി നിൽക്കുന്നത് എന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുക. യെസ്, വളരെയധികം നന്ദി ശ്രീ RV ബാബു ഈ സമയം പ്രതികരിച്ചതിന്. ഏതായാലും വലിയ പ്രതിസന്ധി തന്നെ CPM നേരിട്ടുകൊണ്ടിരിക്കുന്നു, CPM സംസ്ഥാന നേതൃത്വം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ മുസ്ലിം പ്രീണനം, കാലങ്ങളായി തുടർന്നു വന്ന മുസ്ലിം പ്രീണനം തിരിച്ചടിയാകുന്നു എന്ന ഒരു വിലയിരുത്തൽ ഒരു വശത്ത് പ്രതിനിധികളിൽ നിന്നും ഉയരുമ്പോഴും ആ തീരുമാനം മാറ്റാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലേക്ക് ചിന്തിക്കാനോ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ് CPM സംസ്ഥാന നേതൃത്വം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വരുന്ന ജില്ലാ സമ്മേളനങ്ങൾ അത് CPM സംസ്ഥാന നേതൃത്വത്തിന് നിർണായകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയും ഈ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്.